മഹാമാഘ മഹോത്സവം നടക്കുന്ന തിരുനാവായയുടെ മണ്ണിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നിരവധി ഭക്തരാണ് ദിനംപ്രതി ഇവിടെ എത്തിച്ചേരുന്നത്. ക്ഷേത്രനഗരി എന്നുകൂടിയാണ് തിരുനാവായ അറിയപ്പെടുന്നത്. നാവാമുകുന്ദ ക്ഷേത്രം കൂടാതെ നിങ്ങൾക്ക് സന്ദർശിക്കാൻ പറ്റിയ മറ്റ് ക്ഷേത്രങ്ങൾ കൂടി ഞാൻ പരിചയപ്പെടുത്താം. സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം ഭാരതത്തിൽ അപൂർവമാണ്. അതിൽ തന്നെ നിത്യപൂജയുള്ള വിരലിലെണ്ണാവുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തവന്നൂർ ബ്രഹ്മക്ഷേത്രം. വട്ട ശ്രീകോവിലിനായി മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് വിരിഞ്ഞു വന്ന താമരയ്ക്കുള്ളിൽ കുടികൊള്ളുന്ന ചതുർബാഹുവായ, അതായത് 4 മുഖത്തോടുകൂടിയ ബ്രഹ്മാവാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ഈ പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണ് എന്നാണ് ഐതിഹ്യം. ഈ ക്ഷേത്രത്തിനെ പറ്റി നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം. എൻ്റെ പേര് മനോജ് കാടമന. ബ്രഹ്മക്ഷേത്രം തവനൂരിൻ്റെ മേൽശാന്തിയാണ്. പരശുരാമൻ ആദ്യമായിട്ട് ഭാർഗവഖണ്ഡത്തിൽ വെച്ച പ്രതിഷ്ഠ ബ്രഹ്മാവിൻ്റേതാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. പരശുരാമൻ ഭാർഗവക്ഷേത്രം വീണ്ടെടുത്തതിൻ്റെ ശേഷം ആ പ്രദേശത്തിൻ്റെ ഐശ്വര്യവും ക്ഷേമവും സമ്പൽ സമൃദ്ധിക്കും വേണ്ടി ദേവന്മാരോടൊരു യാഗം നടത്താൻ അഭ്യർത്ഥിച്ച പ്രകാരം ദേവന്മാർ യാഗം നടത്തിയിട്ടുള്ള ഒരു ഭൂമി, ഒരു പ്രദേശമായിട്ടാണ് ഈ പ്രദേശം ഐതിഹ്യത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ യാഗത്തിൽ ബ്രഹ്മാവ് യജമാനായിട്ടും പത്നിയായിട്ട് സരസ്വതിയും അതുപോലെ മഹാവിഷ്ണു മഹാലക്ഷ്മി തിരുനാവായിലും ശിവൻ ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും ശിവക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തും അത് ബാക്കിയുള്ള എല്ലാ ദേവഗണങ്ങളും ഇവിടെ വന്ന് ഒത്തൊരുമിച്ചുള്ള യാഗം പരശുരാമൻ്റെ അഭ്യർത്ഥന പ്രകാരം ഈ ഒരു ഖണ്ഡത്തിൻ്റെ ഐശ്വര്യവും ക്ഷേമവും സമ്പൽ സമൃദ്ധിക്കും വേണ്ടിയിട്ട് ഇവിടെ നടക്കപ്പെട്ടിട്ടുണ്ടെന്നാണ്. അത് ഈ ഫാൽഗുന മാസത്തിലും മാഘമാസത്തിലുമായിട്ടാണ് ഇത് നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ആ ഒരു 28 മകം മുതൽ ഈ മാഘത്തിലെ മകം വരെയുള്ള 28 ദിവസത്തിൽ ഇവിടെ പ്രപഞ്ചത്തിലെ എല്ലാ പോസിറ്റീവ് ശക്തികളും ഇവിടെ വന്ന് ഈ ഒരു ത്രികോണത്തിൽ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള ആ ഒരു ഐതിഹ്യപ്രകാരം ആണ് ഇപ്പോൾ ഈ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കാണുന്ന ഇത്. ആദ്യകാലത്ത് ഇത് വലിയൊരു സ്നാനോത്സവമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ത്രിമൂർത്തികൾക്ക് ആറാട്ടും അതേപോലെ ഈ പുഴയിൽ സ്നാനമൊക്കെ ആയിട്ട് ഇപ്പോൾ കുംഭമേളയൊക്കെ പോലെ തന്നെ വലിയൊരു ഉത്സവമായിട്ട് പണ്ട് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് ബ്രിട്ടീഷുകാർ അധിനിവേശമൊക്കെ വന്നപ്പോൾ അത് നിന്നുപോയി. പിന്നെ കുറേ കാലമായിട്ട് ഞങ്ങൾ ഇത് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഇപ്പോൾ ഈ സന്യാസി സമൂഹം ഇതിൽ വന്നപ്പോഴാണിത് എല്ലാവരും അറിഞ്ഞത്. അതുവരെ അധികം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആൾക്കാരും. ഇപ്പോൾ എല്ലാവരും അറിഞ്ഞ് തുടങ്ങിയത് വളരെ സന്തോഷമുണ്ട്. ബ്രഹ്മാവിന് സാധാരണ ബ്രഹ്മസൂക്തം പുഷ്പാഞ്ജലി മുതൽ ഏറ്റവും ലഘുവായിട്ടുള്ള ബ്രഹ്മസൂക്തം പുഷ്പാഞ്ജലിയാണ്. പിന്നെ ബ്രഹ്മാവിനുള്ള ദിവസപൂജ ഉണ്ട്, ബ്രഹ്മാവിന് സുഹൃതഹോമമുണ്ട്. ബ്രഹ്മാവിൻ്റെ പൂജകൾ തന്നെയാണ് ഇവിടെ വിശേഷമായിട്ടുള്ളത്. പിന്നെ സന്താനോപാലം ബ്രഹ്മാവിന് കഴിക്കാറുണ്ട്. അതിന് ശരിക്കും അത് ബ്രഹ്മാവിൻ്റെ പൂജാവിധിയിലുള്ളതല്ലെങ്കിലും ബ്രഹ്മാവിന് കഴിക്കാറുണ്ട്. സന്താനം ധാരാളം എഫക്റ്റ് കിട്ടാറുണ്ട്. പിന്നെ ജാതക പൂജ എന്ന് പറഞ്ഞൊരു പൂജ ഇവിടെ പ്രത്യേകമായിട്ടുണ്ട് ബ്രഹ്മാവിനുള്ളത്. ജാതകത്തിൻ്റെ ജന്മനാളുള്ള ദോഷം അതുപോലെ ദശാപഹാര ദോഷങ്ങളൊക്കെ തീർത്ത് നല്ല ഫലങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു പൂജയാണ്. പിന്നെ ഇപ്പോൾ തിരുനാവായ കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു തീർത്ഥാടനം കുറച്ച് കാലമായിട്ട് ഇവിടെ ഉണ്ട്. അതായത് ത്രിമൂർത്തി ഒരു ദിവസം തന്നെ ത്രിമൂർത്തി ദർശനം ചെയ്ത് കഴിഞ്ഞാൽ നല്ല, അപ്പം നാലമ്പല ദർശനം പോലെ അങ്ങനൊരു തീർത്ഥാടനം അങ്ങനെ ഒരു ഇത് കുറച്ച് കാലമായിട്ടുണ്ട്. അപ്പം അങ്ങനെ ധാരാളം ഭക്തർ അങ്ങനെ ചെയ്തു വരുന്നുണ്ട്. ഇവിടുത്തെ ബ്രഹ്മാവ് യാഗം ചെയ്യുന്ന ബ്രഹ്മാവായിട്ട്, പ്രതിഷ്ഠ യാഗം ചെയ്യുന്ന ബ്രഹ്മാവായിട്ടാണ്. ബ്രഹ്മാവിൻ്റെ ഒരു കയ്യിൽ സ്രുവം ഇരിക്കുന്നുണ്ട്, മുകളിലത്തെ കയ്യിൽ യോഗദണ്ഡ്, അതുപോലെ താഴത്തെ കയ്യിൽ ഋഗ്വേദം, മുകളിലത്തെ കയ്യിൽ തീർത്ഥമായിട്ടിരിക്കുന്ന ബ്രഹ്മാവാണ് ഇവിടെ ഉള്ളത്. അത് യാഗ യജമാനൻ്റേതായിട്ടുള്ളൊരു ഭാവത്തിലാണ് ബ്രഹ്മാവ് ഇവിടെ ഇരിക്കുന്നത്. അത് എന്തിനും എല്ലാം തികഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള ആ ഒരു രൂപത്തിലാണ് ബ്രഹ്മാവ് ഇരിക്കുന്നത്. ആ ബ്രഹ്മാവ് യാഗം ചെയ്തതും ഈ ഒരു പ്രദേശത്തിൻ്റെ ഐശ്വര്യവും ക്ഷേമവും സമ്പൽ സമൃദ്ധിക്കും വേണ്ടിയിട്ടാണ് പരശുരാമൻ്റെ അഭ്യർത്ഥന പ്രകാരം ഇവിടെ യാഗം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ നമ്മുടെ പോരായ്മ അല്ലെങ്കിൽ നമുക്ക് എന്താണോ വേണ്ടത് അത് ബ്രഹ്മാവ് നിവർത്തിച്ചു തരും എന്നാണ് ഏറ്റവും ലഘുവായിട്ട് പറയാനുള്ളത്. ബ്രഹ്മാവിൻ്റെ വേറെ ക്ഷേത്രം ഏറ്റവും പുരാതനമായിട്ടുള്ള ക്ഷേത്രം രാജസ്ഥാനിലെ പുഷ്കര, പിന്നെ തമിഴ്നാട്ടിൽ തിരുപ്പട്ടൂർ. അവിടെ ത്രിമൂർത്തികളുണ്ടെങ്കിലും അവിടെ ബ്രഹ്മാവിനാണ് പ്രാധാന്യം. തിരുപ്പട്ടൂരുണ്ട്. പിന്നെ ഒരുപാട് ക്ഷേത്രങ്ങൾ, പുതിയ ക്ഷേത്രങ്ങൾ ഒരുപാട് പല സ്ഥലങ്ങളിലുണ്ട്. പഴയ പ്രാചീനമായിട്ടുള്ള ക്ഷേത്രങ്ങൾ പറയുമ്പോൾ ഈ 3 ക്ഷേത്രങ്ങളാണ്. ഏറ്റവും പ്രാചീനമായിട്ടുള്ള രാജസ്ഥാനിലെ പുഷ്കരയാണ്. ഇവിടെ ത്രേതായുഗത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വന്നിട്ടുള്ളതാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. ചതുർബാഹുവായ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രത്തിന് ചേർന്നു സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രമാണിത്. ത്രിമൂർത്തികളിൽ സംഹാരമൂർത്തിയായ ശിവൻ ശാന്തസ്വരൂപിയായിട്ടാണ് ഇവിടെ കുടികൊള്ളുന്നത്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വടക്കുദിശയിൽ മഹാമാഘ മഹോത്സവം നോക്കിയിരിക്കുന്ന നന്ദികേശനാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത.
മാഘമഹോത്സവം നടക്കുന്ന തിരുനാവായിലെ മറ്റൊരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ആലത്തിയൂർ ഹനുമാൻകാവ്. ശ്രീരാമനാണ് ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠ. ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ശ്രീരാമോപദേശം കേൾക്കുന്ന ഹനുമൽ സ്വാമിയും ഇവിടെ ശ്രീകോവിലിനകത്തുണ്ട്. സപ്ത ഋഷിമാരിൽ ശ്രേഷ്ഠനായ വസിഷ്ഠ മഹർഷി 3000 വർഷങ്ങൾക്ക് മുമ്പ് പ്രതിഷ്ഠിച്ചതാണ് ഈ ഹനുമാൻ വിഗ്രഹം. ആലത്തിയൂർ ഹനുമാൻകാവ് എന്ന് പറയുന്നത് ഭാരതത്തിലെ തന്നെ പ്രധാന ശ്രീരാമ ഹനുമാൻ ലക്ഷ്മണ ക്ഷേത്രങ്ങളിലൊന്നാണ്. 3000 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീരാമസ്വാമിയുടെ ഗുരുവായ സപ്തർഷികളിൽ പ്രധാനിയായ വസിഷ്ഠ മഹർഷി പ്രതിഷ്ഠ നടത്തി എന്നതാണ് വിശ്വസിച്ചു പോരുന്നത്. മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ തുപ്രങ്കോട് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണിത്. ഇവിടെ രാമായണത്തിൽ കിഷ്കിന്ധാകാന്ഡത്തിലെ ഒരു രംഗമാണ് പ്രതിഷ്ഠാ സങ്കല്പമായിട്ടുള്ളത്. കിഷ്കിന്ധാകാന്ഡത്തിൽ ഹനുമാൻ സ്വാമിയെ ദൂതനായിട്ട് ശ്രീരാമസ്വാമി ലങ്കയിലേക്ക് പറഞ്ഞയക്കപ്പെടുന്ന ആ രംഗമാണ് പ്രതിഷ്ഠാ സങ്കല്പം. ഇപ്പോൾ സീതാലക്ഷ്മി രാവണനാൽ തട്ടിക്കൊണ്ടുപോയി ലങ്കയിലാണുള്ളത്. ഇപ്പോൾ സീതാലക്ഷ്മി ലങ്കയിലുണ്ട് എന്ന വിവരം മനസ്സിലാക്കിയ ശ്രീരാമസ്വാമി തൻ്റെ ദാസനായ ഹനുമാനെ ലങ്കയിലെത്തി സീതാലക്ഷ്മിയെ കണ്ടെത്തി രക്ഷിക്കാനായിട്ട് ശ്രീരാമൻ വരുന്നു എന്നുള്ള വിവരം അറിയിക്കാൻ വേണ്ടി ദൂതനായിട്ട് പറഞ്ഞയക്കുന്നതായിട്ടാണ് പ്രതിഷ്ഠാ സങ്കല്പം. നമുക്കിപ്പോൾ ഹനുമാൻ്റെ തൊഴുന്ന സമയത്ത് ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ കണ്ടാൽ ശ്രദ്ധിച്ചാൽ അറിയാം, തല ഒരു ഭാഗത്തേക്ക് ചെരിച്ചു പിടിച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ശ്രീരാമസ്വാമി ഭാര്യയെക്കുറിച്ചുള്ള അടയാളവാക്യം മുദ്രമോതിരം കൊടുക്കുന്നതായിട്ടാണ് പ്രതിഷ്ഠാ സങ്കല്പം. അടയാളവാക്യം എന്ന് പറഞ്ഞാൽ ഭാര്യയെക്കുറിച്ചുള്ള സ്വകാര്യവാക്യങ്ങളാണ്. കാരണം രാവണൻ മായാജാലക്കാരനാണ്. സീതാലക്ഷ്മിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പ്രച്ഛന്ന വേഷം കെട്ടി ഹനുമാൻ്റെ വേഷം കെട്ടി വന്നതാണോ എന്നൊരു സംശയം സീതാലക്ഷ്മിക്കുണ്ടാവാം. അപ്പോൾ അത് യഥാർത്ഥ ഹനുമാനാണ് താൻ എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിത രീതിയിലെ ഒരു ഭാഗം സ്വകാര്യവാക്യമായിട്ട് ചെവിയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. വനവാസകാലത്ത് തീർച്ചയായിട്ടും ഈ ലക്ഷ്മണസ്വാമിയും ഹനുമാൻ സ്വാമിയും ശ്രീരാമസ്വാമിയും ഒരുമിച്ചാണ് വേണ്ടത്. അതിന് വിപരീതം എന്ന് പറയുന്നത് ഇവിടെ മാത്രമാണ്. കാരണം ഇവിടെ ലക്ഷ്മണസ്വാമി ക്ഷേത്രം കുറച്ച് ദൂരത്താണ്. നാലമ്പലത്തിന് പുറത്താണ് ലക്ഷ്മണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാരണം ഭാര്യയെക്കുറിച്ച് പറയുന്ന അടയാളവാക്യങ്ങൾ അനുജൻ കേൾക്കേണ്ട എന്ന് ധരിച്ചുകൊണ്ട് അനുജനോട് കുറച്ച് മാറി നിൽക്കാൻ പറയുന്നതായിട്ടാണ് പ്രതിഷ്ഠാ സങ്കല്പം. അതുകൊണ്ട് തന്നെ ലക്ഷ്മണ ക്ഷേത്രം നാലമ്പലത്തിന് പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഹനുമാൻ ഒരു ഉദ്ദേശകാര്യസിദ്ധിക്ക് പോവുകയാണ്. കാരണം ഈ ദൗത്യം മറ്റാർക്കും ഏറ്റെടുക്കാൻ കഴിയാതെ വലിയ ഒരു മഹത്തായ ദൗത്യമായതുകൊണ്ട് തന്നെ മറ്റാർക്കും കഴിയില്ല എന്ന വിശ്വാസത്തിലാണ് ശ്രീരാമസ്വാമി ഇത് ഹനുമാൻ സ്വാമിയെ ഏൽപ്പിക്കുന്നത്. പക്ഷെ ഹനുമാൻ സ്വാമിയെ സംബന്ധിച്ച് തനിക്കൊരു മഹർഷി ശാപമുണ്ട്. കുട്ടിക്കാലത്ത് കുശ്രുതിയുടെ ഭാഗമായിട്ട് മഹർഷി പർണശാലകൾ തകർക്കപ്പെടുമ്പോൾ മഹർഷി അദ്ദേഹത്തെ ശപിച്ചിട്ടുണ്ട്, തൻ്റെ കഴിവുകൾ തനിക്ക് തിരിച്ചറിയാൻ കഴിയാതിരിക്കട്ടെ എന്ന്. ആ മഹർഷി ശാപത്തിൽ നിന്ന് ശാപമോക്ഷവും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. മറ്റുള്ളവർ തൻ്റെ കഴിവുകൾ പ്രശംസിക്കുമ്പോൾ അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുമ്പോൾ തനിക്ക് തൻ്റെ കഴിവ് മനസ്സിലാക്കുമെന്ന്. ഇപ്പോൾ ശ്രീരാമസ്വാമി ഈ വലിയ ദൗത്യം ഏൽപ്പിച്ച സമയത്ത് ഹനുമാൻ സ്വാമിക്ക് സ്വയം ഒരു സംശയം തോന്നി. തനിക്ക് ഈ വലിയ ദൗത്യം, കാരണം സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലെത്തി, ഇത്രയും വലിയ സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലെത്തി സീതാലക്ഷ്മിയെ കണ്ടെത്തി രക്ഷിക്കാനായിട്ട് ശ്രീരാമൻ വരുന്നു എന്നുള്ള വിവരം അറിയിക്കാൻ ആ ഒരു വലിയ ഉദ്ദേശകാര്യം തനിക്ക് കഴിയുമോ എന്ന സംശയം ഹനുമാൻ സ്വാമിയുടെ മുന്നിലുണ്ടായി. കാരണം ഇത് തന്നെയാണ്, മഹർഷി ശാപം തന്നെയാണ്. ഇത് മനസ്സിലാക്കിയ ദേവന്മാരും ദേവതകളും ഈ 33 കോടി ദേവനും ദേവതകളും അവരുടെ അനുഗ്രഹം ഹനുമാന് ചൊരിഞ്ഞ് ഹനുമാൻ്റെ കഴിവുകൾ പ്രകീർത്തിച്ചുകൊണ്ട് പ്രശംസിച്ചുകൊണ്ട് ഹനുമാനെ ഓർമ്മപ്പെടുത്തുന്ന സാഹചര്യമാണ് ഇവിടെ. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ പ്രധാന ശ്രീകോവിൽ ശ്രീരാമസ്വാമിയുടെയാണ്. തൊട്ടടുത്ത് ദാസനായിട്ട് ഹനുമാൻ സ്വാമിയുടെ ശ്രീകോവിലുണ്ട്. നാലമ്പലത്ത് പുറത്ത് ലക്ഷ്മണസ്വാമിയുടെ ശ്രീകോവിൽ. 3 ശ്രീകോവിലും തുല്യ പ്രാധാന്യമാണ്. പക്ഷേ പ്രധാന ശ്രീകോവിൽ എന്ന് പറയുന്നത് ശ്രീരാമസ്വാമിയുടെ ആണെങ്കിലും ആലത്തിയൂർ ക്ഷേത്രം ഹനുമാൻ ക്ഷേത്രം എന്നറിയപ്പെടുന്നത് കാരണം ഇതുകൊണ്ട് മാത്രമാണ്. കാരണം ഈ 33 കോടി ദേവന്മാരും അവരുടെ അനുഗ്രഹം ചൊരിഞ്ഞ് അത്രയും പവർഫുള്ളായി അത്രയും ശക്തനായി നിൽക്കുന്ന ഹനുമാൻ ആയതുകൊണ്ടാണ് ആലത്തിയൂർ ഹനുമാൻ ക്ഷേത്രം എന്ന തരത്തിൽ ഈ ക്ഷേത്രം അറിയപ്പെടാൻ കാരണം. അപ്പോൾ ഈ ഉദ്ദേശകാര്യസ്ഥിതിക്ക് പോകുന്നതിന് മുമ്പ്, ഈ സമുദ്രം ചാടുന്നതിന് മുമ്പ് ശ്രീരാമസ്വാമി ഹനുമാൻ സ്വാമിക്ക് കഴിക്കാനായി കൊടുത്തത് ഈ കുഴച്ച അവലാണ് എന്നാണ് വിശ്വാസം. കുഴച്ച അവലെന്ന് പറയുമ്പോൾ ഒരുപാടധികം ഘടകങ്ങളുണ്ട്, ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ചുക്ക്, ജീരകം, പഞ്ചസാര, ശർക്കര, നാളികേരം, ഒരുപാടധികം ഘടകങ്ങൾ അടങ്ങിയതാണ് ഈ അവിൽ നിവേദ്യം. അതിനൊരു സംസ്കൃത ശ്ലോകം തന്നെയുണ്ട്. അവിൽ നിവേദ്യം എങ്ങനെ തയ്യാറാക്കുന്നു എന്നതിനെക്കുറിച്ച് ഒരു സംസ്കൃത ശ്ലോകം തന്നെയുണ്ട്.
അപ്പോൾ ആ ശ്ലോക പ്രകാരം അവൽ ഉണ്ടാക്കി ഹനുമാൻ സ്വാമിക്ക് കഴിക്കാൻ കൊടുത്തു എന്നതാണ് വിശ്വാസം. അതുകൊണ്ട് മറ്റ് ഹനുമാൻ ക്ഷേത്രങ്ങളിൽ നമ്മൾ വെറ്റിലമാല, വടമാല, നാരങ്ങമാല അല്ലെങ്കിൽ കുങ്കുമാർച്ചന ഇങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്യുന്നുണ്ട്. ആലത്തിയൂർ ഹനുമാൻ സ്വാമിക്ക് ഇത്തരം വഴിപാടുകൾ ചെയ്യില്ല. ഇവിടെ പ്രധാനമെന്ന് പറയുന്നത് അവൽ നിവേദ്യമാണ്. ഇതുകൊണ്ട് തന്നെ ഉദ്ദേശകാര്യസിദ്ധിക്ക് വേണ്ടി ഭക്തർ ഹനുമാന് കൊടുക്കുന്ന നിവേദ്യമായിട്ടാണ് അവൽ നിവേദ്യം കണക്കാക്കപ്പെടുന്നത്. അവൽ നിവേദ്യം എന്ന് പറയുമ്പോൾ ഒരു പൊതി അവലെന്നാണ് പ്രധാനം. ഒരു പൊതി എന്ന് പറഞ്ഞാൽ വലിയ അളവ്. കാരണം ശ്രീരാമസ്വാമി ഹനുമാൻ സ്വാമിക്ക് കഴിക്കാനായി കൊടുത്തത് വലിയൊരു അളവ് നിവേദ്യം എന്നതുകൊണ്ടാണ് ഒരു പൊതി, പഴയ അളവാണ് 100 നാഴി, അതായത് 4 പറ, ഇതാണ് ഒരു പൊതി അവലെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പൊതി അവലാണ് ഹനുമാൻ സ്വാമിക്ക് പ്രധാനം. അത് ഉദ്ദേശകാര്യസിദ്ധിക്ക് ചെയ്യുന്നതുമാണ്. അപ്പോൾ നമ്മൾ ഭക്തർ ഹനുമാൻ സ്വാമിയുടെ മുന്നിൽ വന്ന് തങ്ങളുടെ ഉദ്ദേശകാര്യം ഭഗവാനോട് പ്രാർത്ഥിച്ച് ഈ ഒരു പൊതി അവൽ പ്രാർത്ഥിച്ചു പോവുകയാണ്. ഉദ്ദേശകാര്യം സിദ്ധിച്ചതിന് ശേഷം അത് ചെയ്യുക എന്നതാണ് ഇവിടുത്തെ പ്രധാനം. അപ്പോൾ ഈ സമുദ്രം ചാടുന്നതിന് മുമ്പ് ഹനുമാൻ സ്വാമിക്ക് ശ്രീരാമസ്വാമി കൊടുത്തത് ഈ അവലാണ്. അത് കഴിച്ചുകൊണ്ടാണ് അദ്ദേഹം സമുദ്രലംഘനം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ലങ്കയിലെത്തി സീതാലക്ഷ്മിയെ കണ്ടെത്തി അതിന് സീതാലക്ഷ്മിയുടെ വിവരങ്ങൾ അറിയിച്ച് ലങ്കാദഹനം പോലെയുള്ള രംഗങ്ങൾ കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ആ പ്രതിഷ്ഠാ സങ്കല്പമായതുകൊണ്ട് തന്നെയാണ് ഉദ്ദേശകാര്യസിദ്ധിക്ക് വേണ്ടി ഭക്തർ ഇവിടെ എത്തുകയും ആ വഴിപാട് പ്രാർത്ഥിച്ചു പോവുകയും എത്രയോ അനുഭവങ്ങൾ ഭക്തർ അവരവരെ ഉദ്ദേശകാര്യങ്ങൾ സിദ്ധിച്ച് പിന്നീട് വന്ന് ചെയ്യുന്ന വഴിപാടുകൾ. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ കുമാരി ജയലളിത പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ്, ഉദാഹരണമായി എടുത്ത് പറയുകയാണെങ്കിൽ കുമാരി ജയലളിത അവർ ജാൻസി കേസുമായിട്ട് വലിയ അവരുടെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അവരുടെ ജ്യോതിഷി എന്ന് പറയുന്നത് പരപ്പനങ്ങാടി ഉണ്ണിപ്പണിക്കരായിരുന്നു. ഉണ്ണിപ്പണിക്കർക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ചും ഇതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചൊക്കെ അറിയാം. അദ്ദേഹം കുമാരി ജയലളിതയോട് പറഞ്ഞു, ആലത്തിയൂർ ഹനുമാന് പൊതി നേരുക, അത് ഉദ്ദേശകാര്യം സിദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ ചെയ്യുക എന്നത്. അങ്ങനെ ഈ സുപ്രീം കോടതിയിൽ ജാൻസി കേസിൻ്റെ വെർഡിക്റ്റ് വന്ന ദിവസം അവർ ദേശീയ മാധ്യമങ്ങളിൽ ഇത് പറയുകയാണ്, തൻ്റെ വിജയം, ഈ സത്യത്തിൻ്റെ വിജയം ഹനുമാൻ സ്വാമിയുടെ വിജയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ശേഷമാണ് ഈ ക്ഷേത്രം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്. നമുക്കറിയാം ആദ്യം ഈ ക്ഷേത്രം ആലത്തിയൂർ ഗ്രാമ നമ്പൂതിരിമാരുടെയായിരുന്നു. അന്ന് നമ്പൂതിരി ഗ്രാമങ്ങളാണ്. ആലത്തിയൂർ ഗ്രാമ നമ്പൂതിരിമാരുടെ ക്ഷേത്രമായിരുന്നു പുരാണകാലത്ത് ആലത്തിയൂർ ഹനുമാൻകാവ്. പിന്നീട് അത് വെട്ടത്ത് രാജാവിൻ്റെ അധീനതയിലായി. രാജാക്കന്മാർ അവരുടെ അധീനതയിൽ കൊണ്ടുവന്ന ക്ഷേത്രമായിരുന്നു. പിന്നെ സാമൂതിരി രാജാവ് വെട്ടത്ത് രാജാവുമായുള്ള തർക്കത്തിൻ്റെ ഫലമായിട്ടാണ് കോഴിക്കോട് സാമൂതിരി രാജാവ് കീഴിലായ ക്ഷേത്രം വരുന്നത്. അപ്പോൾ അന്നൊക്കെ ഈ മലയാളികളുള്ള അല്ലെങ്കിൽ ഒരു വിഭാഗം നമ്പൂരി വിഭാഗത്തിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ മലയാളികളുടെ ഒരു വിഭാഗത്തിൻ്റെ ഉള്ളിലോ മാത്രമാണ് ആലത്തിയൂർ ഹനുമാനെക്കുറിച്ച് അറിഞ്ഞിരുന്നത്. നമ്മൾ ഇതിഹാസത്തിൽ തന്നെ പറയുന്നുണ്ട്, ആലത്തിയൂർ ഹനുമാനെ പേടി സ്വപ്നം കാട്ടിയാലോ വാലുകൊണ്ട് തട്ടി ഉണർത്തനെ നമ്മുടെ മുത്തശ്ശിമാർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ശ്ലോകം പോലും നമ്മുടെ ക്ഷേത്രത്തെക്കുറിച്ചാണെങ്കിലും ഈ ജയലളിതാമ്മാമിൻ്റെ വരവിൻ്റെ മുമ്പ് വരെ ഇത് നമ്പൂരി സമുദായങ്ങളിലും അല്ലെങ്കിൽ മലയാളികളുടെ ഒരു വിഭാഗത്തെ ആൾക്കാരുടെ ഇടയിലും മാത്രം ഒതുങ്ങി നിന്നിരുന്നത്. ഈ ജയലളിതാമ്മാമിൻ്റെ വരവ് ദേശീയ മാധ്യമങ്ങൾ ഏറ്റെടുത്തതിൻ്റെ ശേഷം ഒരുപാട് ഈ കേരളത്തിനകത്തും പുറത്തുനിന്നും ഇന്ത്യയിൽ നിന്ന് പുറത്തു പോലും ഇപ്പോൾ റെനിൽ വിക്രമസിംഗെ അവരുടെ ആദ്യകാലത്ത് LTTയുമായുള്ള പീസ് ട്രീറ്റ് ഉണ്ടാക്കുന്നതിന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ആദ്യകാലത്ത് ആ പീസ് ട്രീറ്റ് ഉണ്ടാക്കിയത്. പിന്നെ രാമക്ഷേത്രം പുനർനിർമ്മിക്കുന്നതിന് മുമ്പ് അശോക് സിംഗാലും പ്രവീൺ തൊഗാഡിയും ഇവിടെ വന്ന് അനുവാദം വാങ്ങിച്ചുകൊണ്ടാണ് ശ്രീരാമസ്വാമി ക്ഷേത്ര പുനർനിർമ്മാണത്തിന് മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ പെൻറ്റഗൺ തകർന്നപ്പോൾ അമേരിക്ക അവർ വന്ന് ഈ പണിക്കന്മാർ ജ്യോത്സ്യന്മാർ പറഞ്ഞു കൊടുത്തു തന്നെ 33 പൊതി അവൽ 33 ദിവസം അവർ ചെയ്യുകയുണ്ടായി. അങ്ങനെ പിന്നീട് ഇപ്പോൾ സിംഗപ്പൂർ പ്രൈം മിനിസ്റ്റർ അങ്ങനെ ഒരുപാട് ഇന്ത്യയിൽ പുറത്തുനിന്നും ഒരുപാട് VIP ക്ഷേത്ര ദർശനം നടത്തുന്നു. ഇവിടെ ക്ഷേത്രത്തിൽ പ്രധാനമെന്ന് പറയുന്നത് തുലാമാസത്തിലെ തിരുവോണമാണ് ഉത്സവമായിട്ട് കൊണ്ടാടുന്നത്. 9 ദിവസമാണ്, 6 ദിവസം ദ്രവ്യകലശവും 3 ദിവസം ഉത്സവമായിട്ട് 9 ദിവസത്തെ ഉത്സവം തുലാമാസത്തിൽ തിരുവോണം നാളിൽ അവസാനിക്കുന്ന തരത്തിലാണ് ഉത്സവം ആഘോഷിക്കുന്നത്. കൂടാതെ പ്രതിഷ്ഠാദിനമുണ്ട്. ശ്രീരാമസ്വാമി 3 ശ്രീകോവിലും തനിയെ പ്രതിഷ്ഠാദിനം ആചരിക്കുന്നുണ്ട്. ശ്രീരാമസ്വാമിയുടെ പ്രതിഷ്ഠാദിനമാണ് മീനമാസത്തിൽ അത്തമാണ് പ്രധാനമായിട്ട് ആഘോഷിക്കുന്നത്. കൂടാതെ ആഞ്ജനേയ സംഗീതോത്സവം, ശ്രീരാമനവമി, ഹനുമൽ ജയന്തി ദിവസങ്ങൾ ഒരാഴ്ച ഇടയിലാണ് വരിക. ഈ ഒരാഴ്ചത്തെ സംഗീതോത്സവം, ആഞ്ജനേയ സംഗീതോത്സവം പറഞ്ഞ് ഈ രണ്ടും ശ്രീരാമനവമിയും ഹനുമൽ ജയന്തി ആഘോഷിച്ചു പോരുന്നുണ്ട്. ഇത്തരത്തിലാണ് ക്ഷേത്രത്തെക്കുറിച്ച്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ധാരാളം ഭക്തർ, നൂറുകണക്കിന് ഭക്തർ ദിവസം പ്രതി ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. ഈ കുംഭമേള പ്രമാണിച്ച് അവിടെ എത്തുന്ന ഒരു വലിയ ഭക്തർ ക്ഷേത്രത്തിൽ ദിവസം പ്രതി എത്തുന്നുണ്ട്. കാലത്ത് 4:30 തുറന്നാൽ
11:30 മണി വരെയാണ് കൃത്യസമയം. ഇപ്പോൾ അത് ഈ കേരള കുംഭമേളയും ബന്ധിച്ച് അത് 12 മണി കഴിയുന്നുണ്ട് അടയ്ക്കാൻ. വൈകുന്നേരം 5 മണിക്ക് തുറന്നാൽ 8 മണി വരെ, 7:30 സമയം. ഇപ്പോൾ അത് 8 മണി വരെ ആക്കിയിട്ടുണ്ട്. വലിയ ജനപങ്കാളിത്തം, ഭക്തജന പങ്കാളിത്തം ക്ഷേത്രത്തിലുണ്ട്. അന്നദാനവും പ്രഭാത ഭക്ഷണവും ക്ഷേത്രം നൽകി പോരുന്നുണ്ട്. തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ക്ഷേത്രമാണ് തൃപ്പങ്ങോട് ശിവക്ഷേത്രം. കാലസംഹാരമൂർത്തിയായി മാർക്കണ്ഡേയനെ രക്ഷിക്കാൻ പരമശിവൻ അവതരിച്ച പുണ്യഭൂമിയാണിത്. മഹാമാഘ മഹോത്സവത്തിന് വരുന്ന ഒരുപാട് ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി എത്തുന്നത്. നമ്മുടെ നാവാമുകുന്ദ ക്ഷേത്രമായിട്ട് ഈ ക്ഷേത്രം ബന്ധപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ മാർക്കണ്ഡേയൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. മാർക്കണ്ഡേയൻ തൻ്റെ 16ാമത്തെ വയസ്സിൽ പ്രാണരക്ഷാർത്ഥം ആദ്യം ഓടിയെത്തിയത് നാവാമുകുന്ദ ക്ഷേത്രത്തിൽ, നാവാമുകുന്ദൻ്റെ അടുത്താണെന്ന് പറയുന്നു. എങ്കിലും അദ്ദേഹം നാവാമുകുന്ദനെ അഭയം പ്രാപിച്ചെങ്കിലും നാവാമുകുന്ദൻ പറയാണ്, എന്നെക്കൊണ്ട് അദ്ദേഹത്തെ രക്ഷിക്കാൻ പറ്റില്ല എന്നും അതുകൊണ്ട് ഞാനൊരു അടയാളം തന്നു വിടാമെന്നും അതുള്ളത് കൊണ്ട് ആ അടയാളം ഉപയോഗിച്ച് തൃപ്രങ്ങോട്ടപ്പൻ്റെ അടുത്ത് എത്തുന്നത് വരെ മാർക്കണ്ഡേയനെ കാലൻ തൊടില്ല എന്നും പറഞ്ഞ് അദ്ദേഹമാണ് തൃപ്രങ്ങോട്ടപ്പൻ്റെ അടുത്തേക്ക്, മഹാദേവൻ്റെ അടുത്തേക്ക് മാർക്കണ്ഡേയനെ പറഞ്ഞയക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നേരെ ഓടി വന്ന് മാർക്കണ്ഡേയൻ്റെ ആ വരവ് കണ്ടിട്ട് പേരാൽ പോലും സ്വയം പിളർന്ന് വഴിമാറിക്കൊടുത്ത് മഹാദേവൻ്റെ അടുത്തേക്ക് എത്താനുള്ള സുഗമമായ മാർഗം ഒരുക്കി കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അവിടെ എത്തി മഹാദേവനെ ആലിംഗനം ചെയ്യുകയും മഹാദേവനോടുകൂടി കാലൻ തൻ്റെ കാലപാശം മഹാദേവനോടുകൂടി ചുറ്റിയെടുത്ത് വലിക്കുന്ന സമയത്ത് ആ ശിവലിംഗത്തിന് ഇളക്കം തട്ടുന്നതോട് കൂടിയിട്ട് മഹാദേവൻ തന്നെ പ്രത്യക്ഷപ്പെട്ട് കാലിനെ വധിച്ചതിന് ശേഷം മാർക്കണ്ഡേയന് തൻ്റെ ഈ 16ാം വയസ്സ് തന്നെ എന്നും തുടരട്ടെ എന്നുള്ള അനുഗ്രഹം കൊടുത്ത് ചിരഞ്ജീവിയായി ജീവിക്കാനുള്ള അനുഗ്രഹവും കൊടുത്ത് ഇവിടെ സ്വയംഭൂവായിട്ട് മഹാമൃത്യുഞ്ജയനായിട്ട് സ്വയംഭൂവായിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ നവാമുകുന്ദന് ഭൗമശാസ്ത്രപരമായിട്ടും അല്ലാതെയും നാവാമുകുന്ദൻ്റെ സാന്നിധ്യം മാർക്കണ്ഡേയൻ്റെ അടയാളം ഉള്ളത് കൊണ്ട് തന്നെ നാവാമുകുന്ദൻ്റെ സാന്നിധ്യം തൃപ്രങ്ങോട്ട് എത്തുകയും, അപ്പം നമ്മുടെ ഇത് ഐതിഹ്യങ്ങളിൽ പറയുന്നത് നാവാമുകുന്ദ ക്ഷേത്ര ദർശനം നടത്തിയ ഒരാൾ തൃപ്രങ്ങോടും കൂടി വന്ന് ക്ഷേത്ര ദർശനം നടത്തിക്കഴിഞ്ഞാൽ ആ ഒരു ക്ഷേത്ര ദർശനത്തിൻ്റെ കാര്യങ്ങൾ പൂർണ്ണമാവുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ ഈ ഇവിടുത്തെ ഒരു വിശേഷ വഴിപാടാണ് ശംഖാഭിഷേകം. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മഹാദേവൻ കാലനെ വധിച്ചതിന് ശേഷം അതികോപവാനായിട്ടാണ് സ്ഥിതിയുള്ളത്. ഒരു മഹാരുദ്രനായിട്ടാണ്. അപ്പം തൻ്റെ കോപം ശമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മഹാദേവൻ ഇവിടുത്തെ തീർത്ഥകുളത്തിൽ ഇരുന്നു കൊണ്ട് സ്വയം അഭിഷേകം ചെയ്യുകയും അതിലൂടെ ശാന്തത നേടുവാൻ വേണ്ടിയിട്ട് ആ സമയത്ത് തന്ത്രി കുടുംബത്തിലെ ഒരു ബ്രാഹ്മണ ബാലൻ വന്ന് അദ്ദേഹത്തിന് ഞാൻ ഒഴിച്ചു തരാം, ഞാൻ ചെയ്ത് സഹായിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം മഹാദേവനെ അഭിഷേകം ചെയ്ത് കൊടുക്കുകയും പിന്നീട് അതിൽ സംതൃപ്തനായ മഹാദേവൻ ഇത് എന്നും എൻ്റെ സ്വയംഭൂവിൽ ചെയ്യണമെന്ന് ആ സംപ്രീതനായ കുട്ടിയെ അനുഗ്രഹിച്ചതിന് ശേഷം നിങ്ങളുടെ കുടുംബക്കാർ ഇതെന്നും എൻ്റെ കുടുംബത്തിൽ എന്നും വന്ന് എൻ്റെ അടുത്ത് ശംഖാഭിഷേകം എന്നുള്ള രീതിയിൽ തീർത്ഥം കൊണ്ട് അഭിഷേകം ചെയ്യണമെന്ന് പറയുകയും, അപ്പോൾ ഇവിടെ അത് എന്നും അന്ന് മുതൽ ഇന്ന് വരെ അത് എന്നും തുടർന്ന് വരുന്ന ഒരു ചടങ്ങാണ്. എല്ലാ ദിവസവും ഭഗവാന് ശംഖാഭിഷേകം എന്നുള്ള വിശേഷം. ആ ശംഖാഭിഷേകം കഴിക്കുന്നതോടുകൂടി ഭഗവാന്റെ അനുഗ്രഹം, അതായത് ആ കുട്ടിക്ക് എപ്രകാരമാണോ ഭഗവാനെ സഹായിച്ചത് ആ അനുഗ്രഹം കുട്ടിക്ക് കിട്ടിയതുപോലെ ആ തന്ത്രി കുടുംബത്തിന് കിട്ടിയതുപോലെ നമ്മൾ ഒരു വഴിപാട് കഴിക്കുന്നതിലൂടെ ആ അനുഗ്രഹം നമുക്കും ലഭിക്കുന്നു. എല്ലാ സർവ്വദോഷങ്ങൾക്കും പരിഹാരമായി ശംഖാഭിഷേകം കഴിക്കുന്നതിലൂടെ എല്ലാ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്നു എന്നാണ് വിശ്വാസം. അതേപോലെ ഇവിടെ മഹാമൃത്യുഞ്ജയനായിട്ട് മാർക്കണ്ഡേയനെ രക്ഷിച്ചത് കൊണ്ട് തന്നെ ഇവിടെ മഹാദേവൻ മഹാമൃത്യുഞ്ജയ ഭാവത്തിലാണ് സ്വയംഭൂവിൽ കുടികൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മൃത്യുഞ്ജയ ഹോമം കഴിക്കുന്നതും വളരെ വിശേഷമായ ചടങ്ങുകളായിട്ട് പറയുന്നു. മൃത്യുഞ്ജയ ഒരുപാട് ബാക്കി എല്ലാ ക്ഷേത്രങ്ങളിലും ആൾക്കാർ സന്തോഷപൂർവ്വം തൊഴാൻ പോവുകയാണെങ്കിൽ തൃപ്രങ്ങോട് എത്തുന്ന ഭക്തജനങ്ങളിൽ 70-90% ആൾക്കാരും മാർക്കണ്ഡേയൻ എപ്രകാരമാണോ ഓടിയെത്തിയത്, മഹാദേവൻ്റെ മുന്നിൽ ഓടിയെത്തിയത്, അപ്രകാരം തന്നെയാണ് എല്ലാ ഭക്തജനങ്ങളും മഹാദേവൻ്റെ മുന്നിൽ ഓടിയെത്തുന്നതും. അവർക്കൊക്കെ ഒരുപാട് ആൾക്കാർക്ക് അവിടെ എത്തി ഇനിയൊരു രക്ഷയില്ല എന്ന് പറയുന്ന ഒരു സമയത്ത് പോലും ഇവിടെ എത്തിയിട്ട് വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുകയും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്ത ഒരുപാട് അനുഭവങ്ങൾ
എൻ്റെ ഈ ചെറിയ കാലയളവിൽ പോലും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം എല്ലാവരും ഈ ഒരു കുംഭമേള സമയത്ത് അവിടെ എത്തുന്ന നവാമുകുന്ദനെ തൊഴുത് എത്തുന്ന നവാമുകുന്ദ ക്ഷേത്രത്തിലെത്തുന്ന അല്ലെങ്കിൽ കുംഭമേളയുടെ നദീതീരത്ത് എത്തുന്ന എല്ലാവരും തൃപ്രങ്ങോടും കൂടി വന്ന് മഹാദേവനെയും കൂടി ദർശിച്ച് ആ ദർശന ചക്രം പൂർത്തീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്നവർ മമ്മിയൂർ മഹാദേവനെ തൊഴുതു വണങ്ങുന്നത് പോലെ തിരുനാവായ നാവാമുകുന്ദനെ കണ്ടുമടങ്ങുന്നവർ തീർച്ചയായും തൃപ്പങ്ങോട്ടത്തപ്പനെ വന്നു തൊഴണം എന്നതാണ് അതിൻ്റെ രീതി.